നിങ്ങളൊരു ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 3 ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക: ഗവൺമെൻറ്, എയ്ഡഡ്, പ്രൈവറ്റ്. ഇതിൽ ഗവൺമെൻറ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം കേട്ടറ്റ് ക്വാളിഫൈഡ് ആവണം. എന്നിട്ട് PSC എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വരണം. റാങ്ക് ലിസ്റ്റിൽ വന്നാലും ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ബാക്കിയുള്ള പോസ്റ്റുകളെ പോലെയല്ല PSC ടീച്ചിങ് പോസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി കുട്ടികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. കഴിഞ്ഞ വർഷം മാത്രം 1000-ലധികം ടീച്ചേഴ്സാണ് ഡിവിഷൻ ഫോൾ കാരണം പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഉണ്ടാകുന്ന ഓരോ പോസ്റ്റുകളും പുറത്തായ ടീച്ചേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും പുതിയ ലിസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ അപ്പോയിൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പല ജില്ലകളിലും 1ാം റാങ്ക് പോലും ഇതുവരെയും പോസ്റ്റഡ് ആയിട്ടില്ല. ഇനി ഇത് മാറണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യം സംഭവിക്കണം: കുട്ടികൾ കൂടണം. കുട്ടികൾ കൂടാനുള്ള എന്തെങ്കിലും സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടോ? കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിൽ പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ്. കൂടാതെ അതർ സ്റ്റേറ്റ്, അതർ കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മറികടന്ന് ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ കൂടണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് സ്കൂളിലേക്ക് നടത്തണം. കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്ത 5-6 വർഷത്തേക്ക് എന്തായാലും ഗവൺമെൻറ് സ്കൂളിലേക്ക് ഈ രീതിയിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ടീച്ചിങ് നിങ്ങൾ അത്രയും പാഷനോടെ കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിരുത്സാഹപ്പെടാതിരിക്കുക. കാരണം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. സോ സ്റ്റേ പോസിറ്റീവ്.